തമാശയ്ക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നാമും കളവ് പറയാൻ പാടില്ല. കളവ് പറയുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. പക്ഷേ നോമ്പുകാരനാണെങ്കിൽ എന്താണ് പ്രത്യേകത? നോമ്പുകാരൻ കള്ളം പറയുമ്പോൾ അവൻ്റെ നോമ്പിനെയാണത് ബാധിക്കുന്നത്. നോമ്പുകാരൻ ഫസാദ് പറയുമ്പോൾ, മോശത്തരങ്ങൾ കേൾക്കുമ്പോൾ അവൻ്റെ നോമ്പിനെയാണ് അത് വല്ലാതെ ബാധിക്കുന്നത്. അതിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയും. പിന്നെ ചില സമയത്ത് കള്ളം പറയൽ അനുവദനീയമായ ചില സമയങ്ങളുണ്ട്. അത് ഇപ്പോൾ യുദ്ധം നടക്കാൻ പോകുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ തന്ത്രത്തിന് വേണ്ടി നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ 10,000 പേരുണ്ടെന്ന് പറയും, ചിലപ്പോൾ 10 പേരുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇസ്ലാമികമായ ചില നിയമവശങ്ങൾ ഇതുപോലെയുള്ള ചില സാഹചര്യത്തിൽ കളവ് പറയാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. ചില യുദ്ധത്തിൽ ചിലപ്പോൾ പ്രായം ചെന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ, 50-60 വയസ്സ് കഴിഞ്ഞവരാ. അപ്പോൾ അവരൊന്ന് നല്ല ഉഷാറായി മുഖത്തൊക്കെ ഒരു മാറ്റം വരുത്തി അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 20 വയസ്സാണ് എന്ന് പറയുന്ന ആ ഒരു കളവ് അത് ഇസ്ലാം അനുവദിക്കുന്നതാണ്. മറിച്ച് ബാക്കിയുള്ള കള്ളം അത് റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴും ഹറാമാണ്, കള്ളം പറയാൻ പാടില്ല. റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് നോമ്പ് പിടിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ പോലും കളവ് പറയാൻ പാടില്ല. കളവ് പറഞ്ഞാൽ ഉറപ്പായും നിന്റെ നോമ്പിൻ്റെ പ്രതിഫലത്തെ അത് ബാധിക്കുന്നതാണ്. നിയ്യത്ത് വെച്ച് കഴിഞ്ഞ് ഭാര്യാഭർത്തൃ ശാരീരിക ബന്ധമുണ്ടായാൽ നിയ്യത്ത് മാറ്റി ചൊല്ലണമോ? രാത്രി നിയ്യത്ത് വെക്കുന്നവർക്ക് അത്താഴത്തിൻ്റെ സമയത്ത് ഒരിക്കൽ കൂടി നിയ്യത്ത് പുതുക്കി വെക്കൽ സുന്നത്താണ് എന്നതല്ലാതെ, അങ്ങനെ പുതുക്കി വെക്കൽ നിർബന്ധമല്ല, ഒറ്റ പ്രാവശ്യം നിയ്യത്ത് വെച്ചാൽ മതി. ഇനി അങ്ങനെ രാത്രിയിൽ നിയ്യത്ത് വെച്ചതിന് ശേഷം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി എന്നാൽ പിന്നെ കുളിച്ചതിന് ശേഷം ഒന്നുകൂടി നിയ്യത്ത് വെക്കണമോ എന്നാണ് ചോദ്യം. ഒരിക്കലും അങ്ങനെ നിയ്യത്ത് വെക്കേണ്ടതില്ല. സൂര്യാസ്തമയത്തിന് ശേഷം പ്രഭാതത്തിന് മുമ്പ് അത്താഴം കഴിക്കുന്ന ആ ടൈം വരെ എപ്പോഴും വേണമെങ്കിലും നിനക്ക് റമദാനിൻ്റെ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാവുന്നതാണ്. മഗ്‌രിബ് ബാങ്കിന് കൃത്യമായി നോമ്പ് തുറന്നില്ലെങ്കിൽ ആ നോമ്പ് കിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ? മഗ്‌രിബ് ബാങ്ക് കൃത്യമായി ആ സമയത്ത് തന്നെ നോമ്പ് തുറക്കണം എന്ന് പറയുന്നത്, ചില പള്ളികളിൽ ചിലപ്പോൾ മുഅദ്ദീൻമാർ ഭക്ഷണം, വെള്ളം അല്ലെങ്കിൽ ഈത്തപ്പഴം കഴിച്ചിട്ടാണ് ബാങ്ക് വിളിക്കുക. അവർക്ക് നോമ്പ് തുറക്കണമല്ലോ. അപ്പോൾ 46-നാണ് ബാങ്കാണെങ്കിൽ 46 ആകുമ്പോൾ മുഅദ്ദീൻ സാഹിബ് കാരയ്ക്ക് കഴിച്ച് വെള്ളം കുടിക്കും. അപ്പോൾ 47-നോട് അടുക്കുമ്പോൾ ബാങ്ക് വിളിക്കും. അപ്പോൾ നോമ്പിൻ്റെ കറക്റ്റ് തുറക്കേണ്ടുന്ന ടൈമായി നിൽക്കുകയാണത്. ആ സമയത്ത് ബാങ്ക് കേട്ടിട്ട് നോമ്പ് തുറക്കാതിരിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം നോമ്പ് മഗ്‌രിബ് ബാങ്കിന് തൊട്ട് മുമ്പ് തന്നെ മുറിക്കാം. ബാങ്കിന് 1 സെക്കൻഡ് 2 സെക്കൻഡ് മുമ്പ് നോമ്പ് മുറിക്കാം, കുഴപ്പമില്ല. പക്ഷേ ബാങ്ക് കേട്ടിട്ടും മുറിക്കാതിരിക്കുന്നത് നോമ്പിനോടുള്ള അപമര്യാദയാണ്. കാരണം നോമ്പ് തുറക്കൽ ധൃതിയാക്കുക എന്ന് പറയുന്നത് നല്ല സുന്നത്തുകളിൽപ്പെട്ടതാണ്. ബാങ്ക് കേട്ടാൽ അപ്പോഴേ നോമ്പ് മുറിക്കണം. പിന്നെ ഈത്തപ്പഴം കൈ വെച്ച് നുണയും പറഞ്ഞ് കാര്യവും പറഞ്ഞ് ബാങ്ക് കേട്ടിരുന്ന് ദുആയും കഴിഞ്ഞ് ഇത്രയും സഹിച്ചതല്ലേ പിന്നെ 10 മിനിറ്റ് കൂടി ശ്രമിച്ചാൽ എന്താ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന മാന്യത അത് ഇസ്ലാമിന് ചേർന്നതല്ല. ബാങ്ക് കേട്ടാൽ നോമ്പ് മുറിക്കുക. നോമ്പ് തുറക്കൽ ധൃതിയാക്കലാണ് വിശുദ്ധ ഇസ്ലാം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യമാണ്, കുറേ ആളുകൾ ഒരുമിച്ച് നിന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് തസ്ബീഹ് നമസ്കരിക്കാമോ? തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. പിന്നെ സാധാരണ പള്ളികളിൽ ജനങ്ങളെല്ലാം സാധാരണക്കാരും അറിവുള്ളവരും ഇല്ലാത്തവരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഇമാമ് പറഞ്ഞു കൊടുക്കും തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും കാര്യങ്ങളും. അപ്പോൾ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പുറകിൽ വന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക് അതിൻ്റെ റൂട്ട് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇമാമ് മുമ്പ് നിൽക്കുക, ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുക എന്ന് പറയുക. പക്ഷേ അത് ജമാഅത്തല്ല. അപ്പോൾ അങ്ങനെ ഇമാമ് ചെയ്യുന്നത് പോലെ ബാക്കിയുള്ളവർ ചെയ്തു തസ്ബീഹ് നിസ്കാരം അങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നതല്ലാതെ തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടം കൂട്ടമായി ഓരോ ഭാഗത്ത് മാറി നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, നിസ്കാരം സ്വീകരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് റമദാനിൻ്റെ വിലപ്പെട്ട സമാപന രാത്രികളൊക്കെയാണ് നിങ്ങൾ ഈ അൽബയാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തറാവീഹിന് ശേഷം പിന്നെ വീട്ടിൽ പോയി മടങ്ങി വന്നതിന് ശേഷം ഇബാദത്തുകൾ, തസ്ബീഹ് നിസ്കാരങ്ങൾ, ഖുർആനോദലുകളൊക്കെ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ അമലുകളെ കബൂൽ ചെയ്യുമാറാകട്ടെ. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. Nurul Islam University, BE BTech, ME MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 09539009362 09443150266. Nurul Islam University, Kumarakoil, Takkalai, Kanyakumari district. പ്രകൃതി
ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ. പ്രകൃതിയിലേക്ക് വരൂ, ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കും. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. അറഫ ഗോൾഡ്, തിരുവനന്തപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, കൊല്ലം, പനച്ചമൂട്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. ഈ ഐശ്വര്യത്തിന്റെ രഹസ്യം കൃഷ്ണ തുളസി ഹെയർ ടോണിക്. കൃഷ്ണ തുളസി ഹെയർ ടോണിക് ഒരു MVM ഉൽപ്പന്നം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. അൽഹംദുലില്ലാ, ഈ ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് അവർക്കൊരു പ്രതിഫലം കിട്ടുന്നത് ഈ ചോദ്യത്തിന് മറുപടി കൊണ്ട് ഇത് മനസ്സിൽ ചോദിക്കാതെ കൊണ്ട് നടന്ന ഒരുപാട് പേർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഒരുപാട് പേർക്ക് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞത് ആ സംശയം നമുക്കും ഉണ്ടായിരുന്നു. എങ്ങനെ ചോദിക്കണം എന്നറിയാൻ കഴിയാതിരുന്നപ്പോഴാണ് ഉസ്താദിൻ്റെ പ്രോഗ്രാമിൽ ആ ചോദ്യം വേറെ ആരോ ചോദിച്ച് അങ്ങനെ വന്നത്. അപ്പോൾ ഇതുപോലെ ഒരാളുടെ മനസ്സിൽ തോന്നുന്ന സംശയം 1000 പേരുടെ മനസ്സിലുണ്ടാവും. എല്ലാവരും ചോദിക്കുന്നില്ല. ചോദിക്കാത്തവർക്ക് കൂടി ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കുമ്പോൾ ആദ്യം ചോദിച്ച ആളിന് അതിൻ്റെ പ്രതിഫലം കൂടി കിട്ടും. അപ്പോൾ അതൊരു സ്വാലിഹായ കർമ്മം കൂടിയാണ്, വെറും ഒരു പഠനം മാത്രമല്ല. അല്ലാഹു തആല സംശയങ്ങളൊക്കെ മാറ്റി അമൽ ചെയ്യാൻ തൗഫീക്ക് തരുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ 20ാമത്തെ തറാവീഹ് നിങ്ങൾ നിസ്കരിച്ചിറങ്ങിയാൽ കരുണക്കടലായ പടച്ചതമ്പുരാൻ നമുക്ക് തരുന്ന പ്രതിഫലം നമുക്കറിയാം. ആഖിറത്തിൽ ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന, സ്വർഗാവകാശികളിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവർ ശുഹദാക്കളാണ്. ഒരു ഷഹീദിന് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം കണ്ടിട്ട് അവൻ കൊതിച്ചു പോകുമത്രേ, ഒന്നും കൂടി ദുനിയാവിൽ പോയി പടവെട്ടി ഷഹീദായിട്ട് മരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രതിഫലം കിട്ടുമായിരുന്നു. അങ്ങനെ ഒന്നുകൂടി ജീവിച്ച് ഇതുപോലെ തന്നെ മരിക്കണം എന്ന് കൊതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അത് ശുഹദാക്കളാണ്. ആ ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ റമളാനിൻ്റെ 20ാമത്തെ രാത്രിയിലെ തറാവീഹ് നിങ്ങൾ നിസ്കരിച്ചാൽ മതി. എത്ര പ്രതിഫലമാണ് തറാവീഹിന് കിട്ടുന്നതെന്നറിയോ? 1ാമത്തെ തറാവീഹിന് പള്ളി നിറച്ച ആൾ, 2ാമത്തെ തറാവീഹിന് കുറച്ചാൾ കുറയും, 3ാമത്തെ തറാവീഹിന് പള്ളി 3/4 ഭാഗം ആൾ, 4ാമത്തെ തറാവീഹ് പള്ളി പകുതിയാവും. ഇങ്ങനെ തുടങ്ങി നോമ്പ് 20, 21, 22 ഒക്കെ ആകുമ്പോൾ തറാവീഹിന് ആളില്ല. പിന്നെ ആകെ മൊത്തം 27ാം രാവിനൊരു കയറ്റമാണ്. അന്ന് ബിരിയാണി തിന്നുകൊണ്ട് പോയാൽ പിന്നെ അടുത്ത പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് നോക്കിയാൽ മതി. ഇതല്ലാതെ ഈ തിന്നാനും കുടിക്കാനും ഈ ബഹളം കൂടാനും അടിവെക്കാനും പൊതുയോഗത്തിനും കമ്മിറ്റിക്കും അല്ലാതെ അള്ളാഹുവിന് വേണ്ടി പള്ളിയിൽ വരുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമാണ്. എങ്കിലും പരിശുദ്ധ റമളാനാണ്, ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ പള്ളികളുടെ ശാപം വാങ്ങി തലയിൽ വെക്കരുത്. അള്ളാഹുവിൻ്റെ പള്ളികളുടെ ശാപം വാങ്ങി തലയിൽ വെക്കരുത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, 20ാമത്തെ തറാവി നിസ്കാരം കഴിഞ്ഞിറങ്ങിയാൽ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള പ്രതിഫലമാണ് അള്ളാഹു തരുന്നത്. പ്രാർത്ഥനയാണെങ്കിലോ പഠിച്ചുകൊള്ളുക. അല്ലാഹുമ്മ 20ാമത്തെ തറാവീഹിൻ്റെ അന്ന് 20ാമത്തെ തറാവീന് കിട്ടുന്ന പ്രതിഫലം ഇത്ര വലുതാണെങ്കിൽ നോമ്പ് 20-ന് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ പ്രതിഫലവും വളരെ വലുതാണ്. അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബൽ ജിനാൻ, നരകമോചനത്തിൻ്റെ 10ലേക്ക് കടക്കാണല്ലോ. അല്ലാഹുമ്മ ഇഫ്തഹ്ലി, അല്ലാഹുവേ എനിക്ക് വേണ്ടി നീ തുറന്നു തരണം. അല്ലാഹുമ്മ ഇഫ്തഹ്ലി, അല്ലാഹുവേ എനിക്ക് വേണ്ടി നീ തുറന്നു തരണം. അബ്വാബൽ ജിനാൻ, സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ എനിക്ക് വേണ്ടി നീ തുറന്നു തരണം. അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബൽ ജിനാൻ, എനിക്ക് വേണ്ടി സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ നീ തുറന്നു തരണം. വ അഅ്ലിക് അലയ്യ അബ്വാബൻ നീറാൻ, വ അഅ്ലിക് നീ കൊട്ടിയടയ്ക്കണം, നീ വലിച്ചടയ്ക്കണം എന്നാണ്. നീ കൊട്ടിയടയ്ക്കണം. അലയ്യ എൻ്റെ മേൽ, അബ്വാബൻ നീറാൻ നരകത്തിൻ്റെ വാതിലുകളെ. ഒരു നോമ്പുകാരൻ ഇങ്ങനെ ദുആ ചെയ്താൽ അള്ളാഹ്ക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ദുആ ചെയ്താൽ അള്ളാഹ്ക്ക് തട്ടിക്കളയാൻ പറ്റുമോ? അല്ലാഹു മുഫ്തഹ്ലി അബ്വാബൽ ജിനാൻ, സ്വർഗീയ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. വ അഅ്ലിക് അലയ്യ അബ്വാബൻ നീറാൻ, വ അഅ്ലിക് അലയ്യ. മലയാളത്തിൽ എഴുതുമ്പോൾ രണ്ടും എഴുതാൻ പറ്റുള്ളൂ. അറബിലാണെങ്കിൽ ആദ്യത്തത് അലിഫ്, രണ്ടാമത്തത് പുള്ളിയുള്ള ഓയിൻ അഗ്ലിഖ്, 2 പുള്ളിയുള്ള ഖാഫ് ഖാഫ് അഗ്ലിഖ്.
വാഗിലിഖ് അലയ്യ അബുവാബൻ നീറാൻ, നരകത്തിൻ്റെ വാതിൽ എൻ്റെ മേൽ നീ അടയ്ക്കുകയും ചെയ്യണമേ എന്നതാണ് ഈ പ്രാർത്ഥന. അൽഹംദുലില്ലാ, പഠിക്കുക, പ്രാവർത്തികമാക്കുക. ഈ പഠനാർഹമായ പ്രോഗ്രാം നമ്മിലേക്ക് എത്തിച്ചു തരുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല. അൽഹംദുലില്ലാ, ഭൗതികമായി ഒരുപാട് അവർ വളർന്നു, വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ഉയർന്നു. ലോകം മുഴുവനും വിദ്യാർത്ഥിനികൾ ആഗ്രഹിക്കുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് അഡ്മിഷൻ എടുത്ത് പഠിച്ചിരുന്നെങ്കിൽ എന്നാണ്. അത്രത്തോളം ആഗ്രഹം വരുന്ന അവർക്ക് ആത്മീയതയിലോട് വല്ലാത്ത താല്പര്യമാണ്. അതുകൊണ്ടാണ് റമദാനിലെ ഈ അൽബയാൻ എന്ന പ്രോഗ്രാം അവർ നെഞ്ചിലോട് ചേർത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ സ്ഥാപനത്തെ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു യശസ് ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ AM നൗഷാദ് ബാക്കവി, അൽ ബയാൻ, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുണം, മുടപുരം BO, ചിറയിൻകീഴ് എന്ന വിലാസത്തിലും AM നൗഷാദ് ബാക്കവി, ചീഫ് ഇമാം, വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത്, തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലും എഴുതി അറിയിക്കുക. വൈകുന്നേരം റമദാൻ തീരുന്നതുവരെ 5 മണി മുതൽ 6 മണി വരെ 9446316366 എന്ന നമ്പറിൽ വിളിച്ചാൽ ഈ വിനീതനുമായി സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാം. അത് എഴുതി വെച്ച് അടുത്ത പ്രോഗ്രാമിൽ തന്നെ നിങ്ങൾക്കത് ശ്രവിക്കുകയും ചെയ്യാം. ദയവ് ചെയ്ത് സംശയങ്ങൾ മാത്രം ആ സമയത്ത് ചോദിക്കുക. ബാക്കിയുള്ള വിശേഷങ്ങളും ബാക്കിയുള്ള വിചാരങ്ങളും ഒക്കെ കത്തിലൂടെ എഴുതി അറിയിക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതേ പ്രോഗ്രാമിൻ്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡുമായി നാളെ, സൂറത്ത് യാസീനിൻ്റെ അത്ഭുതകരമായ സ്വർഗീയ വിശദീകരണങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇബാദത്തിൻ പല്ലവ പൂവിൽ നിന്നൊരു തുള്ളി മധു ഞാൻ ആനന്ദമായി നുകർന്നു. ഇബാദത്തിൻ പല്ലവ പൂവിൽ നിന്നൊരു തുള്ളി മധു ഞാൻ ആനന്ദമായി നുകർന്നു. ആ ദിവ്യ രുചിയിലെന്നാൽ പാവ് പോലും അഹദിന്റെ മുന്നിൽ സുജൂദിൽ വീണു പാട്ടി നാഥനെ വാഴ്ത്തി. അല്ലാഹു നീയേ അഭയം, അല്ലാഹു നീയേ അഭയം, അല്ലാഹു നീയേ അഭയം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, കുമാരകോയിൽ, തക്കല, കന്യാകുമാരി ഡിസ്ട്രിക്ട്. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. കൃഷ്ണ തുളസി ഹെയർ ടോണിക്, തലമുറകൾ കൈമാറിയ വിശ്വാസം. ഒരു MVM ഉൽപ്പന്നം. ടേസ്റ്റി കാഷ്യൂസ്. അറഫ ഗോൾഡ്, തിരുവനന്തപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, കൊല്ലം, പനച്ചമൂട്. നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ ഖുറാനിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ, തിരുവനന്തപുരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تصبك حسنة تسؤهم وإن تصبك مصيبة يقولوا قد أخذنا أمرنا من قبل ويتولوا وهم فرحون. قل لن يصيبنا إلا ما كتب الله لنا
ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ അത്തൗബ എന്ന അധ്യായം, 9-ാമത്തെ അധ്യായം, അതിലെ 50-51 വചനങ്ങളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. നാം തവക്കുലിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഈമാനും തവക്കുലും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ദൃഢമായി നാം മനസ്സിലാക്കേണ്ടതും നമ്മുടെ വിശ്വാസവുമായി സുദൃഢമായി ബന്ധപ്പെടുത്തേണ്ടതുമായ ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലും നിർണയങ്ങളിലുമുള്ള വിശ്വാസം. ഖലാ ഖദറിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേതായി നമ്മൾ എണ്ണുന്നത്. അതിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ ആഹ്ലാദമത്തരായി മാറുകയും പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു രൂപമാണ് പലപ്പോഴുമുള്ളത്. ഒരു വിശ്വാസി ഇവിടെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ 2 വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുവെ മനുഷ്യരിലുള്ള ഒരു സ്വഭാവം, മറ്റൊരാൾക്ക് നന്മയോ ഗുണമോ സന്തോഷകരമോ ആയ അവസ്ഥ ഉണ്ടാകുമ്പോൾ നല്ല മനുഷ്യത്വമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷത്തിലും അവൻ്റെ ഗുണത്തിലും നമ്മൾ സന്തോഷിക്കുകയും നമ്മളും ആഹ്ലാദിക്കുകയും അവനെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പൊതുവെ അന്യൻ്റെ ദുഃഖം നമുക്ക് സന്തോഷമായി മാറുന്ന, അന്യൻ്റെ പ്രയാസം നമുക്ക് സമാധാനം പ്രദാനം ചെയ്യുന്ന ഒരു യുഗത്തിലൂടെ, ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ചാണ് ഈ വചനങ്ങൾ 1-ാമത്തെ വചനം സൂചിപ്പിക്കുന്നത്. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് പ്രതിയോഗികളുണ്ടായിരുന്നു, മക്കയിൽ പ്രത്യേകിച്ച്. പ്രവാചകൻ്റെ ജീവിതത്തിൽ നന്മ, സന്തോഷകരമായ, മനുഷ്യന് ആഹ്ലാദം പ്രദാനം ചെയ്യുന്ന നിലയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ അത് പ്രവാചകൻ്റെ പ്രതിയോഗികളെ ദുഃഖിപ്പിക്കുമായിരുന്നു എന്നാണ്. അതേസമയം പ്രവാചകന് എന്തെങ്കിലും വിപത്ത്, പ്രയാസങ്ങൾ ബാധിച്ചാൽ, വന്നണഞ്ഞാൽ ഉടനെ അവർ പ്രതികരിക്കുന്നത്, അന്നേ ഞങ്ങൾ പറഞ്ഞതാണ്, അത് സൂക്ഷിച്ചു കൊള്ളണം, ഇപ്പം കിട്ടിയില്ലേ, ഞങ്ങളത് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട്, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാനിങ്ങും ആസൂത്രണവും ഒക്കെ നടത്തിയിരുന്നത് കൊണ്ട് ഞങ്ങളതിൽ നിന്ന് കഴിച്ചിലായി, നീ അതനുഭവിച്ചു കൊള്ളുക എന്നുള്ള മനോഭാവത്തോടു കൂടി അവർ പിന്തിരിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. ആ സ്വഭാവത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ വചനങ്ങൾ. എങ്കിലും ഇന്നും ഈ പറയുന്ന മനോഭാവം ഒട്ടും കുറവില്ലാതെ മനുഷ്യരുടെ ഇടയിൽ കാണുന്നു എന്നുള്ളത് ദുഃഖകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരിൽ സന്തോഷം കൊണ്ട് ചിരിക്കുന്നവരുണ്ടാകും, കരയുന്നവരുണ്ടാകും. ഒരു ഭാഗത്ത് ജനനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് മരണങ്ങൾ അതിനേക്കാൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ചിലർക്ക് ചില കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നു, മറ്റു ചിലർക്ക് അധോഗതി ഉണ്ടാകുന്നു. ചിലർക്ക് വിജയങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്നു, മറ്റു ചിലരാകട്ടെ തൊട്ടതിലൊക്കെ പരാജയം അവരനുഭവിക്കുന്നു. ഇങ്ങനെ ചിരിക്കുന്നവരും കരയുന്നവരും, സന്തോഷിക്കുന്നവരും ദുഃഖിക്കുന്നവരും, ജനിക്കുന്നവരും മരിക്കുന്നവരും, പുരോഗതി കൈവശപ്പെടുത്തുന്നവരും അധോഗതിയിലേക്ക് അകപ്പെടുത്തപ്പെടുന്നവരും എന്ന് വേണ്ട, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യരും മനുഷ്യരുടെ ജീവിതവും എന്നുള്ളത് നാം മറന്നു പോകുമ്പോഴാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞ സ്വഭാവത്തിൻ്റെ ഉടമയാവുക. ഇന്ന് ഒരാൾക്ക് ഏൽക്കേണ്ടി വന്ന പ്രയാസം, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട്, നാളെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുമ്പോഴാണ് അവനുണ്ടായ പ്രയാസത്തിലും ദുഃഖത്തിലും ഒരിക്കലും നമ്മൾ സന്തോഷിക്കാതെ അവൻ്റെ ദുഃഖം പങ്കിടാൻ നമ്മൾ തയ്യാറാവുക. ഈ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. ഇക്കാലത്ത് പ്രത്യേകിച്ചും മറ്റുള്ളവൻ്റെ പ്രയാസം കണ്ട് സന്തോഷിക്കാനാണ്, അങ്ങനെയുള്ള ഒരു സാഡിസം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് പലപ്പോഴും നമ്മളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് ഉണ്ടായിക്കൂടാ. വിശ്വാസി സമൂഹം അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഈ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്തുസിബുക ഹസനത്തുൻ തസൂഹും, നിനക്കെന്തെങ്കിലും നല്ലത് ബാധിച്ചാൽ അത് അവരെ ദുഃഖിപ്പിക്കും.
വ ഇൻ തുസിബുക മുസീബത്തുൻ, നിനക്കെന്തെങ്കിലും വിപത്ത് ബാധിച്ചാലോ അവർ പറയും ഖദ് അഖദ്ന അംറനാ മിൻ ഖബിൽ, ഞങ്ങളുടെ കാര്യങ്ങൾ മുമ്പ് തന്നെ ഞങ്ങൾ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പറയുകയും വയത്തവല്ലവ്വഹും ഫരിഹൂൻ, അവർ ആഹ്ലാദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. ഈ സ്വഭാവമുള്ള ആരോടും, അന്നുണ്ടായിരുന്നവരോടും അതിന് ശേഷം വന്നവരോടും ഇന്നുള്ളവരോടും ഇനി വരാനിരിക്കുന്നവരോടും എല്ലാം ഖുർആന് പറയാനുള്ളത് ഖുൽ, പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, ലൻ യുസീബന, ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ല, ഞങ്ങളെ പിടികൂടുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, പ്രപഞ്ചനാഥനായ അള്ളാഹു ഞങ്ങൾക്ക് നിശ്ചയിച്ച് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല, ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കൂല. കാരണം ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വസിക്കുന്നവർ, വിശ്വാസികൾ ആ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഇതാണ് ഈ വചനത്തിൻ്റെ സാരം. നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ ഖുറാനിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ തിരുവനന്തപുരം. നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ തിരുവനന്തപുരം. നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ തിരുവനന്തപുരം. അറ്റ്ലസ് ജ്വല്ലറി ഇന്ത്യൻ സിനിമ അറ്റ് 100 എല്ലാ ശനിയാഴ്ചയും രാത്രി 7-ന്. അറ്റ്ലസ് ജ്വല്ലറി ഇന്ത്യൻ സിനിമ അറ്റ് 100 ബ്രോട്ട് യു ബൈ. ഇനി ആഭരണങ്ങൾ വാങ്ങുന്നത് അറ്റ്ലസിൽ നിന്ന് മാത്രം. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. മലയിൽ ഫുഡ് പ്രൊഡക്ട്സ് ടെസ്റ്റേഴ്സ് ബ്രോട്ട് യു ബൈ. അപ്പം, ഇടിയപ്പം, പത്തിരി എന്തിനും മലയിൽ പത്തിരിപ്പൊടി. ഇത് പുണ്യകാലം. മൊത്തം സമൂഹം, പ്രകൃതി ഉൾപ്പെടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് മാറും എന്നാണ് റമദാനിനെ കുറിച്ചുള്ള അധ്യാപനം. രാമ 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 രാമ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്, ധർമാധർമ്മങ്ങളുടെ സംഘർഷപൂരിതമായിട്ടുള്ള ഒരു യാത്ര. രാമായണവും അതുതന്നെയാണ് ചർച്ച ചെയ്യുന്നത്. റംസാൻ മാസത്തിൻ്റെ പുണ്യപൂരിതമായ വിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാളയം ഇമാം മൗലവി ജമാലുദ്ദീൻ മങ്കട അവർകളും രാമായണ കഥാ സാഗരത്തിൻ്റെ അനവധ്യ സുന്ദരമായ മനുഷ്യഭാവുകത്തെ കുറിച്ചും സാർവജനീനവും സാർവകാലികവുമായ രാമായണ ധർമ്മങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും സംസാരിക്കാൻ സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ സ്വാമി സന്ദീപാനന്ദഗിരിയും. പുണ്യകാലം ബുധനാഴ്ച രാത്രി 7:30. നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ ഖുറാനിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ തിരുവനന്തപുരം. സഹോദരങ്ങളെ, ഇത് ഈമാനുമായി ബന്ധപ്പെടുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഇക്കാര്യത്തിൽ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ആ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. ഒരു വിശ്വാസി അവൻ്റെ മനസ്സിൽ, ഒരു മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ കുറിച്ചിടേണ്ട ഒരു വാചകമാണ്,
ഞങ്ങൾക്കെന്ത് ബാധിക്കുന്നുവോ അത് ഞങ്ങളുടെ സൃഷ്ടാവ് ഞങ്ങൾക്ക് നിശ്ചയിച്ച കാര്യമാണ്. നമ്മളൊക്കെ സർവ്വസാധാരണമായി ആരും പറയുന്നൊരു വാചകമുണ്ടല്ലോ, ദൈവം വിധിച്ചത്, ദൈവം തന്നത് എന്ന് പറയുന്ന ആ ഒരു മനസ്സ്, ആ ഒരു മനോഭാവം, അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ എനിക്ക് സന്തോഷമുണ്ടായത് എൻ്റെ കഴിവോ എൻ്റെ സ്വാധീനമോ എനിക്കുള്ള ഏതെങ്കിലും മേന്മകളോ ആയി ഞാൻ കാണുമ്പോഴാണ് ഞാൻ അതിനോട് നന്ദി കെട്ടവനായി മാറുക. എനിക്കുണ്ടാകുന്ന പ്രയാസം, ആ പ്രയാസം വേറെ ആരോ എന്നെ ഏൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിമിത്തം എനിക്കുണ്ടായതാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ദുഃഖിക്കേണ്ടി വരിക. മറിച്ച് സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും സന്തോഷമായിരുന്നാലും സന്താപമായിരുന്നാലും ഏത് രൂപത്തിലുള്ള ലാഭമായിരുന്നാലും നഷ്ടമായിരുന്നാലും ജനനമായിരുന്നാലും മരണമായിരുന്നാലും എന്തായിരുന്നാലും അത് ദൈവം നിശ്ചയിച്ചനുസരിച്ചല്ലാതെ നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. അക്കാര്യമാണ് ഇസ്ലാം ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേതായി ദൈവത്തിൻ്റെ തീരുമാനത്തിലും നിർണയത്തിലും വിധിയിലുമുള്ള വിശ്വാസം എന്ന് പറയുക. ഇത് ഈമാനുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിൽ നമ്മൾ ഉണ്ടായിത്തീരുന്ന ഏത് പുഴുക്കുത്തും നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോയി കൂട്ടും. നമ്മളൊക്കെ സാധാരണ വിശ്വാസികളായ നമ്മൾ 5 നേരം നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനമായി നാം ആവർത്തിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. പടച്ചവനെ അല്ലാഹുവേ, നീ നൽകുന്നത് തടയാൻ ആരുമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. നീ തടയുന്നതേതോ അത് നൽകാനും ആരുമില്ല. ഒരാൾ വിവാഹം കഴിച്ചു, സന്താനലബ്ധി അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അത് 2 3 ഉണ്ട് എങ്കിൽ 3 ആണ് അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ ഇടകലർന്നത് അത് തീരുമാനിക്കുന്നത് ദൈവമാണ്. വേറൊരാൾക്കും അതിൽ കൈകടത്താൻ കഴിയില്ല. അതാണ് അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഞങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള ആ തീരുമാനത്തിൻ്റെ പിന്നിൽ വരിക. അപ്പം നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല, അശാന്തി ഉണ്ടാവില്ല, നിരാശയുണ്ടാവില്ല, ഒന്നും ഉണ്ടാകേണ്ട ആവശ്യവുമില്ല. ഇതാണ് ഈ വിശ്വാസം നമുക്ക് നൽകേണ്ട ഏറ്റവും വലിയ ദൃഢത. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ലോകം മുഴുവനും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു ഉപകാരം, ഒരു നന്മ ഒരാൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അള്ളാഹു എന്ത് തീരുമാനിച്ചുവോ അതല്ലാതെ അവനുണ്ടാവുകയില്ല. അതേപോലെ ലോകം മുഴുവൻ മനുഷ്യരും ഒരു ദ്രോഹം, ഒരു ബുദ്ധിമുട്ട് ഒരുവനുണ്ടാകണമെന്ന് എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ശരി, ദൈവം വിധിക്കാതെ തീരുമാനിക്കാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറണം. എത്ര ആശ്വാസം പകരുന്നതാണ് ആ വിശ്വാസം എന്ന് ആലോചിച്ച് നോക്ക്. ലോകം മുഴുവനും നന്മ ചെയ്യാൻ തീരുമാനിച്ചാലും ആ നന്മ ഉണ്ടാകണം എന്ന് അള്ളാഹു ദൈവം തീരുമാനിച്ചാലല്ലാതെ നമുക്കുണ്ടാവില്ല. അതേസമയം എല്ലാവരും ഇവനെ ഏതെങ്കിലും രൂപത്തിൽ താഴ്ത്തണം, ഇകഴ്ത്തണം, നശിപ്പിക്കണം, അവനെ അപമാനിക്കണം, മോശക്കാരനായി ചിത്രീകരിക്കണം എന്നെല്ലാവരും സടകുടഞ്ഞെഴുന്നേറ്റ് തീരുമാനിച്ചാലും ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ അതുണ്ടാകും, ഇല്ലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇക്കാര്യം തീരുമാനിക്കപ്പെട്ടതാണ്. ഇതാണ് ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന എന്ന പരിശുദ്ധ ഖുർആനിലെ വചനം നമ്മളെ വിളിച്ചറിയിക്കുന്ന കാര്യം. ഇത് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്തതിൻ്റെ പേരിൽ നിരാശയോ കിട്ടിയതിൻ്റെ പേരിൽ അമിത സന്തോഷമോ ആഹ്ലാദമോ ഒന്നും ഉണ്ടാകാതെ കൂടുതൽ വിനയാന്വിതനും നന്ദിയുള്ളവനുമായി മാറുന്ന അവസ്ഥയിലേക്ക് അവനെത്തുക. അങ്ങനെയുള്ള വിശ്വാസിയെ അത്ഭുത വിശ്വാസി എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് പ്രവാചകൻ അത് വിശദീകരിക്കുന്നു. ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ കാര്യം അത്ഭുതമാണ്. കാരണം എന്താണ്? അത്